ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മളെ പണികളെല്ലാം ഓരോന്നേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കറിലോട്ടെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഓർമ്മ വന്നത് ചോറില്ലല്ലോ, ചോറ് വെക്കണം എന്നുള്ളത്. അപ്പോൾ വേഗം അരിയെല്ലാം കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഈ ഒരു കുക്കറിനേക്കാളും ആദ്യം കാണിച്ച ആ ഒരു കുക്കറിനല്ലേ, അതിലാണ് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. ആ ഒരു കുക്കർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അതിൽ എനിക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് പൊടിച്ചെടുക്കണം. അങ്ങനത്തെ എല്ലാ പണികളുണ്ട്. പെട്ടെന്നാവണമെങ്കിൽ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ബീഫെല്ലാം വേവിച്ചെടുക്കണം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് നന്നായി തിരുമ്മിയെടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിലോട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. വേവിക്കുന്ന സമയത്ത് കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് വേഗം വെന്ത് കിട്ടും. അടുത്തായിട്ട് ഇതാ കട്ട്ലറ്റിൻ്റെ മസാലയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ സവാളയെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു വലിയ പാത്രത്തിലിട്ട് മാറ്റി കൊടുത്തു. ഇനി ഇതൊന്ന് വഴന്ന് അതൊന്ന് പകുതിയാകുന്ന സമയത്താണ് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ അത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് ഇതാ ഈ ഒരു സാധനം കൂടി ചേർക്കുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ കീമയാണ് കേട്ടോ. ബീഫ് നല്ലോണം പൊടിച്ചെടുത്ത കീമയാണ്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് തന്നെ വാങ്ങിയിട്ട് നമ്മൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാക്കാക്കിയിട്ട് വെക്കും ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതില്ലെങ്കിലും കട്ട്ലറ്റ് ഉണ്ടാക്കാം കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് ഇട്ടാലും മതി. എനിക്കിത് ഇവിടെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് നമ്മൾ കട്ട്ലറ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടി ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കും കേട്ടോ. അപ്പോൾ മസാലയെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതാ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം രാവിലെ തന്നെ ഞാനിത് കൽത്തപ്പത്തിനുള്ള അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദോശ ചട്ടിപ്പത്തിരി ഇന്ന് ദോശ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഫ് ഉണ്ടല്ലോ, അതിൻ്റെ ബാറ്റർ ഇതാ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തോടെല്ലാം കളഞ്ഞ് റെഡിയാക്കണം. പിന്നെ നമ്മൾക്ക് ഇതാ ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതും ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കട്ട്ലറ്റിൻ്റെ മസാല ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടുണ്ട്. ഞാൻ എന്തായാലോ ഇത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കും. നല്ലോണം ഇളക്കിയിട്ട് അപ്പോഴാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റെല്ലാം പോയിട്ട് നമ്മൾക്ക് കറക്റ്റ് ഒരു രീതിയിൽ കിട്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ കട്ട്ലറ്റിന്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടും അതിൽ വേണ്ട മസാലകളെല്ലാം ചേർത്തുകൊണ്ടും അതിൻ്റെ സൈഡായിട്ട് മറ്റു പണികളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം ഇത് കുറച്ച് കൂടുതൽ തന്നെ മസാല ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലും വെക്കും. ഇതിപ്പോൾ കുറേ ഉണ്ട്. നമ്മൾ ഈ ഒരു ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ. പകുതിയും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എനിക്കിന്ന് കുറച്ച് ഓർഡർ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ പകുതി ഞാനിത് ഒന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഉരുളക്കിഴങ്ങെല്ലാം ഇടുമ്പോൾ നമുക്ക് വേണ്ട ആ ഒരു പീസ് കിട്ടും. 25 പീസോളം ഇന്ന് എനിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാ പകുതി മാറ്റി വെച്ച് നല്ലോണം ഡ്രൈ ആക്കി കിട്ടണം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഈ ഒരു പണി ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടാവും. അടുപ്പിൽ വെച്ചിട്ട് ഓരോന്ന് ഇട്ടുകൊണ്ടും ഇളക്കിക്കൊണ്ട് വെക്കും. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിനടുത്തായിട്ട് നമുക്കിതാ ചട്ടിപ്പത്തിരിക്കുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചതുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വേഗം ഒന്ന് ദോശയും കൂടി ചുട്ട് കഴിഞ്ഞാൽ ആ ഒരു പണിയും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ റെസിപ്പി ഞാൻ സിംഗിളായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. ഓരോ ടിപ്സും ഓരോ വീഡിയോയിലും ഉണ്ടല്ലോ, ഓരോ ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. പിന്നെ വീഡിയോസിൻ്റെ ടിപ്സ് മാത്രമല്ല, ഓരോന്നിൻ്റെയും റെസിപ്പിയും ഉണ്ട്. പുതിയ റെസിപ്പി ആയിട്ട് ഓരോ വീഡിയോയിലും കാണിക്കാറുണ്ട് കേട്ടോ. ഞാൻ സെയിൽ ചെയ്യുന്നത് ഒരെണ്ണം ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ റെസിപ്പിയും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്തതാണ് ഇന്നത്തെ ഒരു റെസിപ്പി. അതും ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു വെള്ളത്തിൻ്റെ ഡബിളായിട്ടാണ് നമ്മൾ പൊടി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പും പിന്നെ കുറച്ച് ഞാൻ കുഴക്കുന്ന സമയത്ത് അങ്ങനെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. മൈദയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. ഈ ഒരു ചൂട് ഇപ്പോഴും ഫ്ലെയിം ഓണിൽ തന്നെയാണ് ഇടേണ്ടത്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുഴച്ച് ആ ഒരു വെള്ളം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കണം.
പൊടീൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു വെള്ളം എത്തണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളെ കയ്യിൽ തൊടാൻ പറ്റുന്ന ചൂട് ഉണ്ടാവും. അപ്പോൾ ഇതാ കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ആക്കിയ ശേഷം ഒന്നുകൂടെ കൈകൊണ്ട് നല്ല രീതിയിൽ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ചെയ്ത്. ഇനി ഞാനിത് ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് ഞാൻ അടച്ചു വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തായാലും ടൈമില്ല, ബാക്കിയുള്ള സ്നാക്കിൻ്റെ കുറേ പണികളുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ സംഭവം ബാക്കിയുള്ള എല്ലാ സ്നാക്കും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ പഫിൻ്റെ ബാറ്ററാണ് കേട്ടോ. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ടാണ് നമ്മൾ മറ്റേത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ട്രയൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പുതിയ പുതിയ സ്നാക്കെല്ലാം ഉണ്ടാക്കി നോക്കും. ഇനി നമ്മൾ ഇന്നുണ്ടാക്കിയ ഈ ഒരു സ്നാക്കില്ലേ, നമ്മൾ ബോക്സിലൊക്കെ ആക്കി ഫില്ല് ചെയ്ത് വെച്ച ആ ഒരു സ്നാക്കിന് എന്താ ഫില്ലിങ് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് വെക്കുമ്പോഴാണ് ഒരെണ്ണം മനസ്സിൽ വന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത മസാലയാണ്. അപ്പോൾ സവാള വഴറ്റുന്നുണ്ട്. അതിലോട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇതാ വഴറ്റി ഈ ഒരു കളറാവുന്ന സമയത്ത് നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഞാനിതാ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചതുണ്ടായിരുന്നു. അതൊന്ന് പീസാക്കി റെഡിയാക്കണം. പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മഞ്ഞയുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആക്കി ഒരു വെള്ളം മാത്രം നമ്മളിത് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. ഇതന്നെ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വേറെ ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതായത് ചെറിയ പീസാക്കി എടുക്കാം. നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്താൽ മതി. ഇനി കട്ട് ചെയ്ത മുട്ടയുടെ വെള്ളം മാത്രം ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞ ഇടുന്നില്ല, വെള്ളം മാത്രമായിട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ചേർത്തത് സവാള, പിന്നെ കുറച്ച് കറിവേപ്പില, മസാലകളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അത് വിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായി മിക്സായ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മഞ്ഞക്കരു ഉണ്ടല്ലോ അതും ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് മസാല ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇതിവിടെ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ മുളക്, പച്ചമുളക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി ആ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ നമ്മുടെ കട്ട്ലറ്റും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല, അവസാനമായിട്ട് ഞാൻ കട്ട്ലറ്റും ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമെല്ലാം ഫ്രൈ പാനായിരുന്നു കേട്ടോ ഉപയോഗിച്ചത്. പക്ഷേ അതിനേക്കാളും ഇതാണ് കേട്ടോ നല്ല പാത്രമായിട്ട് തോന്നിയത്. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ വെച്ചാലുള്ള ലാഭം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചിടുമ്പോൾ ഇങ്ങനെ തുളുമ്പില്ലേ പുറത്തോട്ടെല്ലാം, അതൊക്കെ കുറേ കുറയുന്നുണ്ട്. കുറച്ച് അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ ക്ലീനിങ് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ അതെൻ്റെതാ തിരിച്ചും മറിച്ച് വിടുന്ന സമയത്ത് സൈഡെല്ലാം ഇങ്ങനെ തെറിക്കാനും ഇതാക്കാനല്ലോ അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സ്നാക്കെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പണികളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മളിന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ അതിലോട്ട് മസാല ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നതുകൊണ്ട് കുറച്ച് ഓയിലെല്ലാം തടവിയിട്ടാണ് ചെയ്തത്. നല്ല തിന്നാക്കി എടുക്കുന്ന അത്ര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ മസാല ഇട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്തതാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മാവ്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ചത് കൊണ്ട് തന്നെയാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത്. കയ്യിലൊന്നും അങ്ങനെ ഒട്ടുന്നില്ല. എന്നാലും നമ്മൾ ഇതിങ്ങനെ ഷേപ്പാക്കുന്ന സമയത്ത് ചെറുതായിട്ട് കയ്യിൽ ഒട്ടുന്ന തോന്നിയിട്ട് കുറച്ചൊന്ന് ഓയിൽ ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി അതിലോട്ട് നിറയെ ഫില്ലിങ് വെക്കണം. ഫില്ലിങ് കുറക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ രുചി കുറയും. പിന്നെ അതിൻ്റെ ഉപ്പും മുളകെല്ലാം പാകത്തിന് വേണം. കുറച്ച് കൂടുതലായി കഴിഞ്ഞാലാണ് സ്നാക്കിന് നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പാക്കി മാറ്റി വെക്കാം. പിന്നെ നമ്മളിത് ചെയ്യുന്നത് നല്ല തിന്നാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കൂടുതൽ അതിൻ്റെ പുറന്തോലി കൂടുതലായി കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റിന് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നല്ലോണം തിന്നാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഫില്ലിങ്ങും കൊടുക്കുന്നത്.
ഈ ഒരു ഷേപ്പ് തന്നെ ആക്കണമെന്നില്ല കേട്ടോ, നമ്മൾക്ക് റോള് വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്യണം. ഇതുണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് പുറന്തോട് കിട്ടുന്നത്. ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ ഫില്ലിംഗ് എല്ലാം ഞാൻ മുട്ട വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ ക്രിസ്പി ഒന്ന് റോളാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.